സൂചിപ്പിച്ചതുപോലെ ഏറെ നാളായി ഗസയിലെ നിവാസികൾ വലിയ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ വലിയ സഹായങ്ങൾ ഗസയിലേക്ക് അയക്കുന്നുമുണ്ട്. ഈ അവശ്യ സാധനങ്ങളൊക്കെ ഗസ നിവാസികളിലേക്ക് എത്തുന്നുണ്ടോ? ഹരി, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റഫ അതിർത്തിയിൽ ഈജിപ്തിൽ ഇങ്ങനെ അൽ അരീഷ് തുറമുഖത്തേക്കാണ് പ്രധാനമായിട്ടും ഖത്തറടക്കമുള്ള രാഷ്ട്രങ്ങൾ അവരുടെ സഹായങ്ങൾ എത്തിക്കുന്നത്. ഈ അൽ അരീഷ് തുറമുഖത്ത് നിന്ന് അവിടെ നിന്ന് സഹായങ്ങൾ റഫ അതിർത്തിയിലെത്തുകയും അവിടെ വലിയ സ്റ്റോറേജ് സൂക്ഷിക്കുകയും സാഹചര്യമാണ് നിലവിലുള്ളത്. അതിൻ്റെ ഒരു വലിയ അളവിൽ ഗസയിലേക്ക് കടത്തിവിടാൻ ട്രക്കുകൾ വഴി കടത്തിവിടാൻ ഇതുവരെ ഇസ്രായേൽ ഭരണകൂടം അനുമതി നൽകിയിട്ടില്ല. പരിമിതമായ അളവിൽ മാത്രമാണ് ഇതുവഴിയുള്ള റഫ അതിർത്തി വഴിയും അതുപോലെ തന്നെ ഷെലോം അപ്പുറത്തുള്ള മറ്റൊരു ഷെലോം ക്രോസിംഗ് വഴിയുമൊക്കെ ട്രക്കുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ വലിയ അളവിൽ തന്നെ ട്രക്കുകളുടെ മൂവ്മെൻറ്റ് ഗസയിലേക്ക് സാധ്യമാകണമെന്നാണ് അന്താരാഷ്ട്ര സമൂഹം ആവശ്യപ്പെടുന്നത്. ഖത്തറടക്കമുള്ള ഇസ്ലാമിക് രാഷ്ട്രങ്ങളും അതുപോലെ UN അടക്കമുള്ള ഏജൻസികളും അതുപോലെ യൂറോപ്യൻ യൂണിയനും ഒക്കെ ഇക്കാര്യം കഴിഞ്ഞ ദിവസം പോലും UN ഹൈക്കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെടുകയുണ്ടായി. എന്നാൽ ഇക്കാര്യത്തിലൊരു അനുകൂലമായ സമീപനം സ്വീകരിക്കാൻ ഇതുവരെ ഇസ്രായേൽ ഭരണകൂടം തയ്യാറായിട്ടില്ല. വളരെ വളരെ പരിമിതമായ അളവിൽ മാത്രമാണ് ഗസയിലേക്ക് റഫയിൽ നിന്ന് അതിർത്തി കടന്ന് ട്രക്കുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗസ എന്ന് പറയുന്നത് ഒരു മൃതമായ മരിച്ചു കിടക്കുന്ന ഒരു ഭൂമിയാണ്. നമുക്കറിയാം, അവിടെ നിലവിലൊന്നുമില്ല. അവിടെ ഒരു വിത്തിട്ടാൽ പോലും കിളിർക്കാൻ പറ്റാത്ത ഒരു ഭൂമിയായി ഗസ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് മരുന്ന് വേണമെങ്കിൽ, അവർക്ക് ഭക്ഷണം വേണമെങ്കിൽ, അവർക്ക് വെള്ളം വേണമെങ്കിൽ, അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നിവർത്തിക്കണമെങ്കിൽ അവിടേക്ക് വലിയ ട്രക്കുകളിൽ അവരേക്ക് അവശ്യ സാധനങ്ങൾ തേടിയിരിക്കുന്നു. ഇതാണ് അന്താരാഷ്ട്ര സമൂഹങ്ങളും അറബ് രാജ്യങ്ങളും ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഇതിനോട് പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം പോലും സ്വീകരിക്കാൻ ഇതുവരെ ഇസ്രായേൽ ഭരണകൂടം തയ്യാറായിട്ടില്ല. ഈ പരിമിതമായ അളവിൽ മാത്രം സഹായങ്ങൾ എത്തിയതുകൊണ്ട് ഗസക്കാർക്ക് അതൊരു കടലിലെ ഒരു തുള്ളി എന്നുള്ള രീതിയിൽ മാത്രമേ അത് ഉണ്ടാകൂ. അതുകൊണ്ട് തന്നെ ഈ റഫ അതിർത്തി സമ്പൂർണ്ണമായി തുറന്നു കൊടുക്കണം എന്നുള്ളതാണ് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെയും അറബ് രാജ്യങ്ങളുടെയും ആവശ്യം. അത് എന്ന് ഇസ്രായേൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതുമായി ബന്ധപ്പെട്ട്, അഥവാ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു റഫ അതിർത്തി തുറക്കുക എന്നുള്ളത്. എന്നാൽ ഇത് സാങ്കേതികമായി തുറന്നിട്ടുണ്ട്. എന്നാൽ ഇത് ഏതൊരു ഈ ഗസക്കാരുടെ ജീവിതത്തിന് അത് എത്രമാത്രം ഈ തുറന്നതുകൊണ്ട് എത്രമാത്രം കാര്യമുണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ ഇതുവരെ അതിന് കാര്യമായ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. അത് സമ്പൂർണ്ണമായി കൊടുക്കണം എന്നുള്ളതാണ് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ആവശ്യം. ഹരി.